സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ മധ്യഭാഗത്ത് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. അതിശക്തമായ മഴ, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ തുടങ്ങിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത. ഉമ്മൻചാണ്ടി കൈപിടിച്ചു കയറ്റിയ യുവ നേതാക്കളെ പിന്നെ കണ്ടിട്ടില്ലെന്ന് മറിയാമ്മ ഉമ്മൻ. PC വിഷ്ണുനാഥ് ഒഴികെയുള്ള യുവ നേതാക്കളെ പിന്നെ കണ്ടിട്ടില്ല. ചിലപ്പോൾ അവർ കല്ലറയിൽ പോയിട്ടുണ്ടാവുമെന്നും മറിയാമ്മ ഉമ്മൻ പറഞ്ഞു. സംസ്ഥാനത്ത് പനി ബാധിച്ച് ചികിത്സ തേടുന്നവരുടെ എണ്ണത്തിൽ കുറവില്ല. ബുധനാഴ്ച 12,508 പേരാണ് വിവിധ ആശുപത്രികളിലായി പനി ബാധിച്ച് ചികിത്സ തേടിയത്. വെസ്റ്റ് നൈൽ, H1N1 എന്നീ പകർച്ചവ്യാധികളും റിപ്പോർട്ട് ചെയ്തു. തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോട് ഉടൻ ശുചീകരിക്കും. ശുചീകരണത്തിന് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ സ്ഥിരം സമിതി രൂപീകരിക്കും. മുഖ്യമന്ത്രി വിളിച്ച ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. കണ്ണൂർ അഞ്ചരക്കണ്ടിയിൽ മതിലിടിഞ്ഞു വീണു. വിദ്യാർത്ഥികൾ നടന്നു പോകുമ്പോൾ കുറ്റൻ മതിൽ തകർന്നു വീഴുകയായിരുന്നു. മതിൽ തകർന്നു വീഴുന്നത് കണ്ട് വിദ്യാർത്ഥികൾ ഓടി രക്ഷപ്പെട്ടതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഗുജറാത്തിൽ ചന്ദിപുര വൈറസ് രോഗലക്ഷണങ്ങളോടെ മരിച്ച കുട്ടികളുടെ എണ്ണം 15ആയി. 29 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. മരണസാധ്യത കൂടുതലുള്ള വൈറസുകളാണ് ചന്ദിപുര വൈറസ്.